Hello guys, welcome to my channel, Mr. Chef. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളെ ചാനൽ തുടങ്ങിയ പിന്നെ കഴിഞ്ഞ മാസം എനിക്ക് 1 മന്തിൽ 25,000 സബ്സ്ക്രിപ്ഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾ കാണിച്ച ആ പോസിറ്റിവിറ്റി, വളരെയധികം ലൈക്സ് അടിച്ചിട്ടുണ്ട്, അതുമാതിരി കമന്റ്സ്, അങ്ങനെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി നമ്മുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു പ്ലാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 100 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇന്ന് ഇഫ്താറിന്റെ സമയത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു ചെറിയ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ മക്ബൂസ് ആണ്. അതിലൂടെ നമ്മൾ ചെറിയൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്, പ്ലസ് ആപ്പിള്, പിന്നെ ഒരു വെള്ളം. അബുദാബിയിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അബുദാബിയിൽ ഞങ്ങളുടെ ഒരു ഫേമസ് ആയുള്ളൊരു ഫിഷിംഗ് ഗ്രൂപ്പ് ഉണ്ട്, മല്ലു ആംഗ്ലേഴ്സ് അബുദാബി. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവരാണ് ഞങ്ങൾ 3 പേരും. പിന്നെ വേറെ 2 പേര് വരാനുണ്ട്, ഞങ്ങളുടെ ആശാനും ഷെരീഫ് ഭായും. ഇത് നമ്മളുടെ അനീഷ് ഭായി ആണ്. പിന്നെ ഇത് നമ്മളുടെ സജീർ ഭായി, നമ്മുടെ ചാനലിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടറാണ് ഈ പുള്ളി. നോക്കി വെച്ചോ. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ രണ്ടാമത് ചിന്തിക്കാണ്ട് നമുക്ക് ഉറപ്പായിട്ടും ചെയ്താക്കാന്ന് പറഞ്ഞ് നല്ല പോസിറ്റിവിറ്റിയിൽ ഇവര് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ സജീർ ഭായിയുടെ വീടിന്റെ ബാക്ക് യാർഡിലാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അനീഷ് ഭായി ഇന്ന് വർക്കുണ്ടായിരുന്നു, ആള് ഓഫ് എടുത്താണ് നമ്മൾ ഈ പരിപാടിക്ക് കൊണ്ടുവന്നത്. അതുമാതിരി തന്നെ നമ്മളുടെ വളരെ നല്ലൊരു ഹെൽപ്പ്, ആളിന്ന് നോയമ്പിലാണ്. പക്ഷെ എന്താ കൂടെ നമുക്ക് വേണ്ടി സവോളയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമുക്കിവിടെ ഉള്ളത്. എനിവേ നമ്മളുടെ എല്ലാ സാധനങ്ങളും, നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് മിസ്സംപ്ലേസ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അതുമാതിരി സാലഡ്, അതുമാതിരി നമ്മളുടെ ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പോകാം. ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്, അതുമാതിരി റൈസ് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോകാം. നമ്മളുടെ കുക്കിംഗ് ഇവിടെ തുടങ്ങിയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെമ്പ് വെച്ചിട്ടുണ്ട്. പാത്രം വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഗീ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇവിടെ ബെൽറ്റ് ഉണ്ട്. നമ്മൾ അടുത്തായിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തത് ഇതാണ്. നമ്മളിന്നൊരു 4 ടൊമാറ്റോ ഇവിടെ പേസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ജിഞ്ചർ ഗാർലിക് ഇവിടെ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് അതിലേക്ക് ഇടാം. അതേമാതിരി തന്നെ നമ്മൾ കുറച്ച് ഒനിയനും ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തായിട്ട് നമ്മൾ ഇടുന്നത് ചിക്കൻ സ്റ്റോക്ക് ആണ്. അതായത് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഒരു 5 പീസ് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് നമ്മൾ 2 പാത്രം റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ അതിന് 1.5 റേഷ്യോ ആണ്. അതായത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണം അടുത്തായിട്ട്. അപ്പോൾ നമ്മൾ 3 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ സ്പൈസിന്റെ മിക്സസ് ആണ്, നമ്മളുടെ ഇന്ത്യൻ സ്പൈസസ്, കാഡമം, ക്ലൗസ്, സിനമൺ സ്റ്റിക്സ്, പിന്നെ കുറച്ച് നമ്മളുടെ പെപ്പർ കോൺ. അപ്പോൾ നമ്മളിതൊരു തുണിയിൽ കെട്ടിയിട്ട് ഇടുകയാണ്, കാരണം നമ്മൾ ഇത് കഴിയുമ്പോൾ എടുത്ത് കളയാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ള ഫ്ലേവർ വെള്ളത്തിലേക്ക് വരികയും ചെയ്യും തിളച്ച് കഴിയുമ്പോൾ. തുണിക്ക് പറയുന്നത് മസ്ലിൻ ക്ലോത്ത് എന്നാണ്. ഇതിന് ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ നാട്ടിലെ നല്ല കോട്ടൺ തുണിയായാലും കുഴപ്പമില്ല. അടുത്തായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടാം. ഗൈസ്, നമ്മൾ അടുത്തായിട്ട് ഉപയോഗിക്കുന്നത് മക്ബൂസ് സ്പൈസസ് ആണ്. ഇത് മെയിനായിട്ട് നമ്മുടെ അറബിക്കാനുള്ള ആൾക്കാർ മക്ബൂസ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സ്പൈസസ് ആണ്. ഒരു 2 സ്പൂൺ ഇടാണ്. നമ്മൾ അടുത്തിരുന്ന ഒരു ഡ്രൈ ലെമൺ ആണ്. നമ്മളൊരു 6 പീസ് ഇടുന്നു ഇതിലേക്ക്. വെള്ളം ഇവിടെ നല്ല രീതിയിൽ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചിക്കൻ ഇടാൻ പോവാണ്.
ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കുക്കായിട്ട് അടുത്തായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. നമ്മൾ അടുത്തായിട്ട് റൈസ് ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ ചിക്കൻ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള നമ്മുടെ സ്റ്റോക്കാണത്. സ്റ്റോക്കിലേക്ക് നമ്മൾ റൈസ് ഇടുകയാണ്. ഓക്കെ, നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ സാഫ്രൺ മിൽക്കിൽ ചൂടാക്കിയതൊന്ന് ജസ്റ്റ് ഇടുന്നുണ്ട് കളർ വരാനായിട്ട്. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കുറച്ച് ഗീ കൂടെ ഇതിന് മുകളിലേക്ക് ഇടുകയാണ്, ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് സിൽവർ ഫോയിൽ വെക്കാം. ഗൈസ്, നമ്മൾ ഫൈനലി നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. ഫുഡിന്റെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ എല്ലാ സുഹൃത്തുക്കളും കൂടിയിട്ട് അടിപൊളിയായിട്ട് നല്ല രീതിയിലൂടെ കുക്കിംഗ് കംപ്ലീഷൻ ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പാക്കിംഗ് ചെയ്യാണ്. അപ്പോൾ പാക്കിംഗ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ നല്ല സുഹൃത്ത് മഞ്ജു വൺ ഓഫ് ദ സീനിയർ മെമ്പറായ ഷെരീഫ് ഭായി ആണ് നമ്മളുടെ പാക്കിങ്ങിന് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും. ഇഫ്താറിന്റെ ഭാഗമായിട്ട് നമ്മളെ ജോൺ ഭായി നമ്മളിവിടെ മുസഫിൽ ലേബർ ക്യാമ്പ് കുറച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. ഏതായാലും ഇപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഇതിന്റെ വലുത് കൊടുക്കാനും വേണ്ടിയിട്ട് എനിക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ കാര്യം കൊണ്ടും അനുഗ്രഹം ഉണ്ടാകട്ടെ. അതേമാതിരി തന്നെ എല്ലാവരും ഇതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഷെയർ ചെയ്യാറുണ്ടോ ഷെയർ ചെയ്യുക, അതിൻ്റെ ലൈക്ക് കൊടുക്കുക. അങ്ങനത്തെ ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഉഷാറായിട്ട് നടക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ, നമ്മളെ ഫസ്റ്റ് ബാഗ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാക്കിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മാതിരി എല്ലാ സംഭവവും നമ്മളിവിടെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പാക്ക് ചെയ്തപ്പോൾ റൈസ്, അതിലൂടെ ഒരു ആപ്പിള്, ഒരു വെള്ളം, ഡേറ്റ്സ് ഇട്ടുണ്ടായിരുന്നു, സലാഡ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു മീലായിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ മുസഫയിൽ ഒരു ക്യാമ്പിൽ പോയിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇത് ആളാണ് നമ്മളുടെ ഫുൾ വീഡിയോ എടുത്തത്. അപ്പോൾ ആളുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മൻസൂർ വളരെ ഡീസൻ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആശാൻ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഫിഷിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന നമ്മളുടെ ഒരു സീനിയർ മെമ്പറാണ് ആശാൻ. ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്, എങ്കിലും പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ ഇത് കൊടുക്കാൻ പോകണം. ആശാൻ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. കൊണ്ട് വെക്കുന്നത് ഇവിടെ നമ്മളിവിടെ ക്യാമ്പിലെത്തിരിക്കുകയാണ്. നമ്മൾ ഫുഡെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ കൊടുക്കുന്നത് ശരിക്കും കാണിക്കുന്നില്ല, കാരണം നമുക്ക് ആൾക്കാരുടെ ഫേസ് കാണിക്കാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ താല്പര്യമില്ല എനിക്ക്. കാരണം ഞങ്ങൾക്ക് ആർക്കും, കാരണം ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചത്. നമ്മൾ കൊടുക്കുന്നു, ആ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. പക്ഷേ നമ്മൾ ഇവിടുത്തെ സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടെ ഫുഡ് കൊടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. തുടങ്ങി അവസാനം വരെ നല്ല രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ നല്ല സുഹൃത്തുക്കളാണ് മെയിനായിട്ട് ഇതിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തത്. അനീഷ് ഭായി രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൻസൂർ ഭായിയാണ് വീഡിയോയുടെ കാര്യങ്ങൾ. ആശാന ഉടായ്മായിരുന്നു, പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ആൾ പക്കയായി. പിന്നെ ഷെരീഫ് ഭായിയാണ് നമുക്ക് ഈ സ്ഥലം അറേഞ്ച് ചെയ്തത്. നമ്മുടെ ഒരു നല്ലൊരു ലൊക്കേഷൻ, ഒരു ക്യാമ്പ് കണ്ടുപിടിച്ചത് നമുക്ക് സജീർവായുടെ വീട്ടിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. ആളുടെ വീട്ടിൽ ഒരു ലോഡ് പാത്രം പുറത്തെടുത്ത് നമ്മൾ എല്ലാ സംഭവം ചെയ്തിട്ടുണ്ട്. എനിവേ, നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. പിന്നെ നമ്മൾ കുറേ വീഡിയോസ് ഉണ്ടാക്കുക, കുറേ വ്യൂസ് കിട്ടുക, അതിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടിന് പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ, അത് നമ്മളുടെ പോസിറ്റിവിറ്റി നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും. ഈ ഐഡിയ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം. മണി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലല്ല എൻ്റെ, ഉറപ്പായിട്ടുമല്ല. അത് എന്തെങ്കിലും നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കും. സോ until I see you with a different video, bye bye.